ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ശനിയാഴ്ച എനിക്ക് നമ്മളെ സ്റ്റോക്ക് റൂമിൽ കുറച്ച് പണി ഉണ്ടായിന് കേട്ടോ. സ്റ്റോക്ക് എണ്ണാനൊക്കെ ഉണ്ടായിനും. അപ്പോൾ അതൊക്കെ എണ്ണലും സ്റ്റോക്ക് രജിസ്റ്റർ എഴുതലൊക്കെ ആയിട്ട് കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നതാട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വൈഫ് കുട്ടിക്ക് വിശക്കണുണ്ട് എന്ന് പറഞ്ഞു. ഉച്ചക്ക് ചോറൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച നമ്മൾ വാങ്ങിയ ബീഫൊക്കെ ഉണ്ടായിനും. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബീഫും പപ്പടം പൊരിച്ചതും പപ്പടം താളിപ്പൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും വൈകുന്നേരം ഒരു ചായക്ക് കടി എന്തെങ്കിലും കിട്ടണം. വൈഫ് കുട്ടി ഒന്ന് ഉറങ്ങി നീച്ചും ചെയ്തതാട്ടോ. അപ്പോൾ എന്നോട് അന്നമ്മച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ച്. ഞാനാണെങ്കിൽ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നേരെ കിച്ചണിക്ക് വന്ന് അപ്പോൾ നോക്കുമ്പോൾ ഒരു 2 പഴം ഉണ്ടായിനി, നേന്ത്രപ്പഴം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങട്ടെ ഈ നേന്ത്രപ്പഴം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മക്കൾ ഇതേപോലെ വിശക്കുക എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ ബ്രെഡും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പഴം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴം ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾക്കും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓളെ കയ്യിലും കൊടുത്ത് കത്തി അങ്ങനെ ഓളും ഒന്ന് കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കാനൊന്നും സമയമല്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ പഴമൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഒരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഇങ്ങോട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ആ പഴതിക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നമുക്ക് ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കട്ടെ, ഒന്ന് വേവിച്ചെടുക്കുക. നെയ്യിൽ പഴം വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ. അപ്പോൾ ഞാനിത് ആ പഴമൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണമുണ്ട്. 2 ഭാഗവും ഇതേപോലെ നെയ്യിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചെരുവിയതും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ എള്ളൊക്കെ വറുത്തതുണ്ടെങ്കിൽ എള്ള് വറുത്തതും പിന്നെ ഇനി തേങ്ങാ കൊത്താണെങ്കിൽ തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എന്തൊക്കെ ചേർക്കേണ്ടത് വെച്ചാൽ ചേർക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. അതിൻ്റെ കൂടെ അവിൽ ഓവറാവണ്ട, കുറച്ച് അവിലും ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ മധുരത്തിന് ഇനി ശർക്കര ഉരുക്കിയിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാരനെക്കാട്ടിൽ നല്ലത് ശർക്കരയാണ് കേട്ടോ. ഞാനിപ്പോൾ ശർക്കര ഉരുക്കി വെച്ചതൊന്നുമില്ല. ഇനിയിപ്പോൾ ഉരുക്കി അരിച്ചൊക്കെ ഒഴിക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ നല്ല ജീരകം പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിലും ചേർക്കട്ടോ. എന്നാലും മക്കൾ വിശക്കണുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. പിന്നെ കുട്ടികൾക്ക് നല്ലതുമാണ്. പഴം നെയ്യിലൊക്കെ വാട്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പാലുണ്ടായതിനും കാച്ചാൻ, അപ്പോൾ പാലൊക്കെ കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അടുപ്പിൽ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതേപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വാങ്ങിയിട്ടാണ് വരിക. അപ്പോൾ ഇന്ന് എനിക്ക് അവിടെ ഇറങ്ങാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. അപ്പോൾ വൈഫ് കുട്ടിക്കും റിച്ചുവിനാണ് കാര്യമായിട്ട് കടി വേണ്ടിയത്. ചിഞ്ചുമോളും മഞ്ചുമോളൊക്കെ പിന്നെ വിശന്നാലും ഒരു ചോറ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. നമ്മൾ വൈഫ് കുട്ടിക്ക് 4 മണിക്ക് ചായക്ക് കടി നിർബന്ധം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ നമ്മളെ അടുത്തൊരു കട ഉണ്ട് കേട്ടോ. ഈ പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നൊരു താത്തണ്ട്. ആ താത്താൻ്റെ അടുത്ത് പോയാണ്ട് വാങ്ങിക്കൊണ്ടിരും. ഉമ്മച്ചി തരും പൈസ പറഞ്ഞാണ്ട്. അപ്പോൾ ഇന്ന് കടി വാങ്ങാനൊന്നും പോയിട്ടില്ല. ഏതായാലും കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് അവിടെ പാലൊക്കെ കാച്ചാൻ വെച്ചിരുന്നല്ലോ. പാലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്ത് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായ വെള്ളമൊക്കെ തിളച്ച് അതിക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച പാലിന്ന് കുറച്ച് പാലും ഇതിക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 4 മണിക്ക് ചായ കുടിക്കാൻ 2 ആൾ ചായ കുടിക്കൂല. ഞാനും റിച്ചു വൈഫ് കുട്ടി ചായ കുടിക്കും. ചിഞ്ചുമോളും മഞ്ചുമോളും ചായ കുടിക്കൂല കേട്ടോ. ഒരു ഇനിയിപ്പം പാലൊക്കെ കാച്ചി വെച്ചിരിക്കണമല്ലോ, വെള്ളച്ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ പാലൊക്കെ നിർത്ത് അങ്ങനെ കുടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ചായ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചുമോ ഇപ്പോൾ ഇവിടെ അല്ല, എനിക്ക് വൈഫ് കുട്ടിക്കുള്ള ചായ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ പോയിരുന്നാണ്ട് ചായ കുടിക്കല്ലേ വെച്ച് പറയുന്നുണ്ട് കേട്ടോ വൈഫ് കുട്ടിക്ക് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഓരോ പൂതിയാണ്. അങ്ങനെ ഞങ്ങൾ 2 ആളും ചായയും കടിയൊക്കെ കൊണ്ട് സിറ്റ് ഔട്ടിക്ക് പോയി. നമ്മളെ കിച്ചൺ താഴെ ആയതുകൊണ്ട് നമുക്ക് ആരെയും അങ്ങനെ കാണൂല. നമ്മൾ കുണ്ടിലാണ് കേട്ടോ നമ്മൾ കിച്ചൺ വരുന്നത്. പിന്നെ റോഡ് സൈഡിക്ക്
കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ സിറ്റ് ഔട്ടിൽ തന്നെ പോകണം. അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ചായയൊക്കെ ഞങ്ങൾ രണ്ടാളും കുടിച്ച് പിന്നെ വേഗം പോയിട്ട് കുളിച്ചൊക്കെ വന്ന് കുളിയും അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കഴിഞ്ഞിട്ടോ ഞാൻ ആ ഒരു ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിരുന്നത്. ആ ശനിയാഴ്ച വൈകുന്നേരമാണ് നമുക്ക് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിന് കറി കൂട്ടാണ്ടാക്കുകയാണ് കേട്ടോ. കറിയല്ല, കൂന്തളുണ്ട്. കൂന്തളൊക്കെ നന്നാക്കി വെച്ചത് വേഗം, കൂന്തൾ നന്നാക്കാൻ എളുപ്പമുണ്ടല്ലോ, അപ്പോൾ വേഗം നന്നാക്കി വെച്ച് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ട് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂന്തൽ റോസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടേക്കാരം. കൂന്തളുകൊണ്ട് എന്തുണ്ടാക്കിയാലും എൻ്റെ റിച്ചു കൂട്ടന് പറ്റൂല കേട്ടോ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പറ്റും. ഓനക്ക് എന്തോ പറയുന്നത് കേൾക്കാം. ഓനക്ക് ചവച്ചാൽ എന്തോ ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയും. അപ്പോൾ ഓനക്ക് കൊടുക്കണില്ല. നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാം. ഓനക്ക് പിന്നെ 2 കഷ്ണം ബീഫൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കാമെന്നും കരുതി. അപ്പോൾ ഞാൻ അതിക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടിയും ചേർക്കണം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും കേട്ടോ പൊടികളായിട്ട് ചേർക്കണത്. മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കണില്ല. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കിത് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തത് ഗരം മസാലയാണ്, നേരത്തെ പറഞ്ഞിനും ചേർത്തത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചേർത്ത് പൊടികളെ പച്ചമണം മാറുന്നത് വരെ അതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് അതും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് കുക്കായി വരണമല്ലോ. അങ്ങനെ തക്കാളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് മിക്സിൻ്റെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കി എടുത്തല്ലോ, അപ്പോൾ ജാറിൽ കുറേശ്ശൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കൂടെ അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂനൊക്കെ വെക്കൂലേ നമ്മൾ, അതേപോലെയാണിതും. കൂൺ വാട്ടിയ പോലെ എന്നൊക്കെ പറയാമല്ലോ, അതേപോലെ വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ കൂന്തൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ എല്ലാം വായിച്ച് ഒക്കെ റിപ്ലൈ തന്നതാട്ടോ. നല്ല രാത്രി വരെ കമൻറ്റ് ഇട്ടവർക്കൊക്കെ റിപ്ലൈ കിട്ടിക്കണം. മിഞ്ഞാന്ന് ഞാൻ ഇട്ട വീഡിയോക്ക് കമൻറ്റിന് റിപ്ലൈ തന്നിട്ടില്ല. അതിന് ഞാൻ ഒഴിപോലെ തരണ്ട് കേട്ടോ. നിങ്ങളോട് ഞാൻ കമൻറ്റ് എഴുതാൻ പറയും, പിന്നെ നിങ്ങൾ റിപ്ലൈ കിട്ടണില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ തിരക്കായിട്ടാണ് അതൊന്നും നോക്കാത്ത കേട്ടോ. ഞാൻ നോക്കും, എല്ലാവരുടെ കമൻറ്റും ഞാൻ നോക്കും. ഒഴിവിനനുസരിച്ചിട്ട് കുറേശ്ശെ അങ്ങനെ റിപ്ലൈ തരും. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തീനി കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെള്ളം പൊടിഞ്ഞ് വന്നേനും. പിന്നെ തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ എത്ര വറ്റിയാൽ മതി. കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാവുമ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അത് കുഴച്ചങ്ങനെ കഴിക്കട്ടെ നമുക്ക്. അങ്ങനെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരൊന്ന് ഉറ്റിച്ച് കൊടുക്കട്ടെ. ഇനി അത് ഞാൻ അപ്പം മറന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് വിളമ്പിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നാരങ്ങനീര് ചേർത്തിട്ടില്ലല്ലോ, നാരങ്ങനീരും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ നാരങ്ങനീരിൻ്റെ പുളിയും പിന്നെ എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുക്ക് ചെയ്താലേ ഞാൻ അപ്പം തന്നെ മാറ്റലുണ്ട് കേട്ടോ. എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും മാറ്റലുണ്ട്. കാരണം കുറേ നേരം അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കറുത്ത കളറാവും. പിന്നെ അതേപോലെ ആ ഇരുമ്പിൻ്റെ ചെറിയൊരു ചൊവയുണ്ടാവും. അപ്പോൾ അത് എനിക്കിഷ്ടമല്ല കേട്ടോ. കുക്ക് ചെയ്യാൻ നല്ലതാണ്, പക്ഷേ കുറേ സമയം അതിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇരുമ്പിൻ്റെ ചൊവയും ഇരുമ്പിൻ്റെ ആ ഒരു കളറൊക്കെ ഒരു കറുത്ത കളറൊക്കെ ആയിട്ട് വരും നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തേക്ക് നമ്മൾ കൂന്തൽ റോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചോറ് വിളമ്പിയിട്ട് അതിക്ക് ഈ ഒരു കൂന്തൽ റോസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് ചമ്മന്തി ഉണ്ടായിന്, തേങ്ങ ചമ്മന്തി ഉണ്ടായിന്, അതും പിന്നെ അതേപോലെ മഞ്ചുമോള് പുളിയൊക്കെ ഇട്ടാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിന് കേട്ടോ, അതൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഇങ്ങനെ കൈ കുത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്.
ഞാൻ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട് ചെറുനാരങ്ങൻ്റെ നീര് അതിൽ കൂറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മറിവാണ് കേട്ടോ ചില സമയത്ത്. ഈ ചെറുനാരങ്ങൻ്റെ നീര് ഉറ്റിച്ച് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അതേപോലെ എന്ത് ഫുഡൊക്കെ നമ്മൾ ചെറുനാരങ്ങ ചേർക്കുകയാണെങ്കിലും ആ ഫുഡ് ടേസ്റ്റ് കൂടും. ഇനിയിപ്പം ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ കേട്ടോ. എല്ലാവർക്കും അറിയണ തന്നെയാവും, മീൻ പൊരിക്കുമ്പോഴൊക്കെ നാരങ്ങ നീര് ചേർത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ മറ്റേക്കും നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. നമ്മൾ ബൗളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാലോ അതിക്കൊക്കെ നാരങ്ങ നീരൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് ചോറൊക്കെ വിളമ്പി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.